100% തൃപ്തിയാണോ കരിയറിൽ? കരിയറിലാണോന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ് ഞാൻ. തൃപ്തിയാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് പിന്നെ ആരും ആവില്ല. നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യണമെന്ന് പറയില്ല. ഞാൻ ഹാപ്പിയാണ്, അതിന് കുറവില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തൃപ്തി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, അത് പോരണം കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ചെയ്യണം തന്നെയല്ലേ തോന്നുള്ളൂ. തൃപ്തി ഉണ്ടാവുന്ന ഒരു ആക്ടേഴ്സ് ഉണ്ടാവണമെന്നില്ല എനിക്ക് തോന്നുന്നു, ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിയാ, തൃപ്തിയല്ല. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. ഈ ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ടാവും. ഈ സൗഹൃദ വലയങ്ങളിലൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ സുരാജേട്ടൻ തന്നെ എൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചപ്പോൾ അത് തന്നെ കോട്ട് ചെയ്ത് വരാം. സുരാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് അവസരങ്ങൾ ചോദിച്ചു മേടിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു എന്തിനും മമ്മൂക്ക അവരെ അതിഥി എങ്ങനെ സുഹൃത്തുക്കളോടൊക്കെ അവസരങ്ങൾ അങ്ങനെ ചോദിച്ചിട്ട് നല്ലൊരു ക്യാരക്ടർ നീ ഇന്ന രീതി നീ എഴുത് അല്ലെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന സൗഹൃദങ്ങളുണ്ടോ? എങ്ങനെയാണ് സൗഹൃദങ്ങൾ സിനിമയിൽ? അങ്ങനെ സൗഹൃദങ്ങളില്ല ഇപ്പൊ. ഞാൻ പക്ഷേ കുറച്ച് പേര് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് നമ്മൾ ടീമപ്പ് ചെയ്തൊക്കെ വർക്ക് ഇപ്പം പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട്, നല്ല സിനിമകൾ. അപ്പോൾ എനിക്കും പ്ലാൻ ഉണ്ട്, നല്ല ചെയ്യുമ്പോൾ നല്ല ഇതിൽ ചെയ്യണം, അങ്ങനെയുണ്ട് ഇപ്പോൾ. അതിപ്പോൾ ഈ അടുത്തൊക്കെ ആയിട്ട് വന്നതാണ്, നമ്മളിലേക്ക് വന്നു ചേർന്നതാണ്. ഞാനായിട്ട് പക്ഷേ തേടിപ്പോയതുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഞാൻ എക്സ്പെക്ട് ചെയ്ത ആളുകളല്ല ഒന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇനിയും ഉണ്ടാവും നല്ല സിനിമകളിൽ. അതിന് മുന്നേ ഞാൻ അങ്ങനെ ചോദിക്കലില്ല. എനിക്കും ചോദിക്കാനൊരു മടിയായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ ചോദിക്കാതെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എപ്പോഴും. നമ്മുടെ ഫസ്റ്റ് തോട്ട് ഞാൻ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണം ഞാൻ ചോദിച്ചാൽ. ഇനി അവർ നോ പറഞ്ഞാൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും, നമുക്കും ഒരു വിഷമം, അവർക്കും അതൊരു. അപ്പം ചോദിക്കൽ വളരെ കുറവാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടി ടീമപ്പ് ചെയ്ത് വരണം, നല്ലതൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൽ ഞാനിപ്പോൾ ഹാപ്പി. അതാ പറഞ്ഞത്, ഞാൻ ഒന്നിനും പോയപ്പോൾ തന്നെ വരുന്നുണ്ട്, അതിൽ ഞാൻ ഹാപ്പിയാണ്. അത് എപ്പോഴും പ്ലസന്റ് ആയിട്ടൊക്കെയാണ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ. കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആവുന്ന എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചിട്ടൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതല്ല എന്ന് മനസ്സിലാകുന്ന പോയിന്റിലൊക്കെ എത്തിയപ്പോൾ എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം. ഇങ്ങനെ ഇരിക്കാനാണ് നല്ലത്, ഇത് നല്ലതേ കൊണ്ടുവരും നമുക്ക്. നെഗറ്റീവ് ഇരുന്നാൽ നെഗറ്റീവ് മാത്രമേ വരുള്ളൂ, പോസിറ്റീവായിട്ടിരുന്ന പോസിറ്റീവ്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്ന്. 100% ശരിയാണ്. ഞാൻ ആലോചിച്ചേ. അല്ലേ? എത്ര വയസ്സുണ്ട് ഇപ്പം? അയ്യോ, വയസ്സ് പറഞ്ഞോളൂ, ഇപ്പം 32. ഭയങ്കര മെച്യൂരിറ്റിയോട് സംസാരിക്കുന്നോണ്ട് ചോദിച്ചത്. ഭയങ്കര എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വായിക്കുന്ന ഒരാൾ പറയുന്നപ്പോ എനിക്ക് ഈ സദ്ഗുരു കേട്ടിട്ടുള്ള ഒരു ഇതായിരിക്കും ഇങ്ങനത്തെ തോട്ട് പ്രോസസ് കേട്ടും. പിന്നെ നമുക്കത് ഞാൻ ഓരോന്ന് വരുമ്പോൾ അതിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് നമ്മുടെ തന്നെ മിസ്റ്റേക്സും നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ നിന്നും പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏത് ബുക്ക് വായിച്ചാലും കിട്ടില്ല. ബുക്ക് വായിച്ച് വേണമെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രഭാഷണം അങ്ങനെയൊക്കെ പറയാൻ പറ്റും, വന്നിരുന്നൊക്കെ വേണമെങ്കിൽ. ഇത് ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. ഇത് ഞാൻ എൻ്റെ ഇതിന്ന് പറഞ്ഞതാ, ഇതെനിക്ക് ബുക്കിൽ നിന്ന് കിട്ടിയതല്ല. ബുക്ക് വായിച്ച് പറയുന്നത് എളുപ്പമാണ്, അതിന് ഇത്തിരി അത്യാവശ്യം അതിലൊരു സ്കില്ല്, വായിക്കാനുള്ള ഒരു ക്ഷമയും പിന്നെ ആ ഒരു സ്കില്ല് ഉണ്ടായാൽ മതി സംസാരിക്കാൻ. പക്ഷെ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും. അങ്ങനെ ഉണ്ടായ നല്ലതായിരുന്നു. ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണത്. അങ്ങനെ ഈ ഒരു നടി എന്ന രീതിയിൽ സ്വയം പുതുക്കുന്ന എങ്ങനെ ഇവോൾവ് ചെയ്യുന്ന? ഇപ്പം ആദ്യത്തെ സിനിമയിലെ ഇപ്പം ആംഗ്രി ബേബീസിലെ ആ ഒരു ക്യാരക്ടർ ആരിക്കില്ലല്ലോ ഈ 10-ാം മലയിൽ വന്നിരിക്കുമ്പോൾ ഉള്ളത്. അലമാരയിലെ ഒരു കഥാപാത്രം ആരിക്കില്ല നേരിൽ വന്നത്. ഓരോ സിനിമകൾ കഴിയുന്തോറും അതിഥിക്ക് തന്നെ തോന്നിയിട്ടില്ല അതിഥി മെച്ചപ്പെട്ട് വരുന്നു. എനിക്കതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുരാജന്റെ കൂടെ 10-ാം മലവിന് മുൻപ് ഞങ്ങളൊരു സിനിമ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ, ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് 10-ാം മലവിന് മുൻപ് ചെയ്തതാണ്. അപ്പോഴാണ് ഞാൻ സുരാജനെ പരിചയപ്പെടുന്നു. എന്താണ് ആക്ടിങ്, ഭയങ്കര ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സുരാജേട്ടൻ ആ കാര്യത്തിൽ. എനിക്ക് നല്ലൊരു ഗുരുവിനെ പോലെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു ചേട്ടനാണ്. കാരണം ആ കാര്യത്തിൽ എപ്പോഴും നമുക്ക് പറഞ്ഞു തന്നത് അതെനിക്കൊരു ഷിഫ്റ്റായിരുന്നു. എങ്ങനെയാണ് നമുക്ക് അഭിനയിക്കുക, നമ്മളും മറ്റേത് ഡയറക്ടർ പറഞ്ഞു തരുമ്പോൾ ആ ഡയലോഗ് മാക്സിമം പഠിച്ച് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞു, ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ജോലി തീർത്തു നമുക്കൊരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പം അങ്ങനെയല്ല, അത് എന്താണ് ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് ഭയങ്കര രസമാണ്. അതെനിക്ക് സുരാജേട്ടനാണ് ആ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതെനിക്ക് 10-ാം മലവിലും ഭയങ്കര ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അല്ല അതുവരെ അപ്പം ഈ ഒരു പ്രോസസ്സ് തന്നെ അല്ല, ഡയറക്ടർ എന്ത് പറയുന്നു അത് ചെയ്യാം, നമ്മൾ മാക്സിമം ചെയ്യും, ഇല്ലെന്നല്ല. എന്നാലും അതിൻ്റെ ഒരു ഡെപ്ത് അറിഞ്ഞ് ചെയ്യാന്ന് പറയുന്നത്, കാരണം ലിക്രയിൽ കുറച്ചും കൂടി നല്ല അത്യാവശ്യം നമുക്ക് വളരെ ഡെപ്ത് ഏറിയ ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ അതിന് സുരാജ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ, അതിപ്പോൾ ചെറുതാണെങ്കിലും ത്രൂ ഔട്ട് വേണമെന്നില്ല സിനിമയ്ക്കകത്ത് ഒരു ആക്ടറെ ഡിഫൈൻ ചെയ്യാൻ. ചെറുതാണെങ്കിലും അതിനെ എങ്ങനെ എത്രത്തോളം അതിൽ ഡീപ്പായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു ആക്ടർ ഇരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്കിഷ്ടമായി എന്ത് റോളാണെങ്കിലും. ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അതിൽ മാക്സിമം മാക്സിമം അത് എന്താണ് ആ ക്യാരക്ടർ, അതിന് മുമ്പ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആ ക്യാരക്ടർ പെരുമാറുക,
അതൊക്കെ സുരാജേട്ടനാണ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഒരു ക്യാരക്ടർ വരുമ്പോൾ അവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് നമ്മൾ വെറുതെ ചിന്തിക്കണം എന്ന്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്ന് ഇപ്പം ഒരു IT വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണെങ്കിൽ ഞാൻ അപ്പം തന്ന ഡയലോഗിനനുസരിച്ച് വരും അവൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ വെറുതെ പറഞ്ഞു തരുമ്പോഴാണ് അത് ഭയങ്കര അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ഇപ്പം നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു, ഷോട്ട് പറഞ്ഞു തരുന്നു, അസോസിയേറ്റ് ഷോട്ട് പറഞ്ഞു തരുന്നു, നമ്മൾ അതിനുശേഷം ടേക്കിന് വിളിക്കുന്നു. ടേക്കിന് വിളിക്കുമ്പോൾ മാത്രമാണോ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്, അതെയോ പ്ലാൻ ചെയ്യുക ഉള്ളിൽ കൂടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടാവും, ഇത് ഇങ്ങനെ പറയാം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റാം, അങ്ങനെ ഒരു പ്ലാനിങ് ഉള്ളിൽ നടക്കുന്നുണ്ടോ, അതോ ലാലേട്ടൻ പറയുന്ന പോലെ എന്നെ വരുന്നു വിളിക്കുന്നു ഞാൻ ചെയ്യുന്നു പോകുന്നു അത് തന്നെ വരുന്നു, അത് അങ്ങനെയാണ്, ഏതാണ് പ്രോസസ്സ്? ഒത്തിരി ഇങ്ങനെ ഡീപ്പായിട്ടിരുന്ന് തലേദിവസം മുതലേ അതിന് പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആ ക്യാരക്ടർ ഇപ്പം നമ്മൾ വന്ന് കോസ്റ്റ്യൂം മാറുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര അപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യാറ് കൂടുതലും ക്യാരക്ടറിലേക്കായി. അതങ്ങനെ ഞാൻ ചേഞ്ച് അതായി എന്നുള്ളതല്ല, പക്ഷെ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാറി ഞാൻ അതിലേക്ക് ക്യാരക്ടറായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, നമുക്ക് തരുന്ന വേഷങ്ങൾ ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും ക്യാരക്ടർ ആവാനായിട്ട്. അപ്പം മുതൽ നമ്മളൊന്നുകൂടി ശ്രദ്ധിക്കും എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ, അതിനനുസരിച്ച് ചെയ്യാറ്. അത് നമ്മൾ ഓൾമോസ്റ്റ് പല കാര്യങ്ങളും സംസാരിച്ചു. ഇനി സംസാരിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം കല്യാണം ഒക്കെയാണ്. ഇപ്പം അതിഥിയുടെ പ്രണയം ഉണ്ടായിട്ടുണ്ടാവാം, ഓക്കെ, അല്ലെങ്കിൽ അതെന്തു ആയിക്കോട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ ഒരു ആദ്യ പ്രണയം എന്ന് കൂട്ടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നതിൽ നമുക്കൊരു പ്രണയമുണ്ട്. അപ്പോൾ ആ പ്രണയത്തിന് നമ്മൾ എടുക്കുന്ന എഫേർട്ടുകൾ, ആ പ്രണയത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന സമയം, നമ്മൾ എത്രത്തോളം അവരുമായിട്ട് അടുക്കുന്നു എന്നുള്ള ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. ഒരു പ്രണയ തകർച്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഒരു പ്രണയത്തിലേക്ക് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രണയം ഉണ്ടാകാനുള്ളൊരു സാധ്യത വരുമ്പോൾ ഇതിൻ്റെ ഒരു ഹാങ് ഓവർ എപ്പോഴും നമുക്ക് ഉള്ളിലുണ്ടാവുക. കാരണം അത്ര എഫേർട്ട് നമ്മൾ ഇവിടെ എടുക്കുമോ, നമുക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ അത് വെച്ചിട്ടായിരിക്കില്ല നമ്മൾ ഇനിയൊരു പ്രണയത്തിലേക്ക് കയറുക. എന്താണ് അതിൻ്റെ ഒരു ഉണ്ടായിരുന്ന പ്രണയം, ഇപ്പോഴത്തെ സ്റ്റാറ്റസുകൾ എന്തൊക്കെയാണ്? അല്ല, പ്രണയം ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പ്രണയമാണെന്ന് തോന്നുന്നത് എന്തോ അതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. റിയൽ പ്രണയമാണെന്ന് ചോദിച്ചാൽ അല്ല, പ്രണയം അതല്ല. അതിപ്പോൾ എനിക്കറിയാം, ഞാൻ പ്രണയിച്ചിട്ടില്ല, ഞാൻ ഇനിയായിരിക്കും പ്രണയിക്കുക. ഇപ്പം എനിക്കൊരു പ്രണയമുണ്ട് എന്നോട്. സെൽഫ് ലവ്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഇനി നല്ല പോലെ പ്രണയിക്കും. കാരണം നമ്മൾ പ്രണയത്തിലാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം ഉണ്ടാകണം. ഒരാളുടെയും കുറ്റവും അതല്ല, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ പ്രണയത്തിലാണ്. നമ്മളോട് തന്നെ പ്രണയത്തിലാണ്. ഈവൻ നമ്മളൊരാളായിട്ട് പ്രണയത്തിലാണെന്ന് വിചാരിക്കുക, അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കണ്ണാടിയിൽ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ല, നമ്മൾ എന്തൊക്കെയോ കുറവ് ഇൻസെക്യൂരിറ്റി ഒക്കെ തോന്നണമെങ്കിൽ അത് പ്രണയമല്ല. അപ്പം അത് ബാക്ക് ഓഫ് ചെയ്യണം അതിന്. അത് ആരുടെയും കംപ്ലൈൻറ്റോ കുറ്റമൊന്നുമല്ല, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അല്ലാതെ അവൻ തേച്ചു അല്ലെങ്കിൽ അവൾ തേച്ചു അതല്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നിപ്പിക്കുന്നതായിരിക്കണം ശരിക്കുള്ളൊരു പ്രണയത്തിലാവുമ്പോൾ.